ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്റ്റഡി ക്ലാസ് അല്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ PSC ജേണിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. 2016 ലാസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് നടന്ന ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം ആയിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ എക്സാം. പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ അന്ന് എനിക്ക് ഏകദേശം 30 മാർക്കാണ് കേട്ടോ കിട്ടിയത്. പിന്നെയാണ് 2017 LGSന് വേണ്ടി പഠിച്ചത്. LGSൽ എനിക്ക് മെയിൻ ലിസ്റ്റിൽ കയറാൻ പറ്റി കേട്ടോ. 1500 സംതിങ് റാങ്കാണ് എന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിലൊക്കെ കയറിയാൽ ജോലിയൊക്കെ വേഗം കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. PSCനെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാനൊരു കോച്ചിങ് സെൻറ്ററിലൊന്നും പോയിട്ടില്ല. സെൽഫ് സ്റ്റഡി ആയിരുന്നു. തൊഴിൽ വീതി വരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. തൊഴിൽ വീതി യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ റാങ്ക് ഫയലൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, ഞാനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വർഷത്തെ LDC എക്സാം എനിക്ക് എഴുതാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് എഴുതാൻ പോകാൻ പറ്റിയില്ല. പിന്നീട് നടന്ന LGS എക്സാമിൽ എനിക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റി. പക്ഷേ സപ്ലിമെൻ്ററി ലിസ്റ്റിലാട്ടോ ഞാൻ ഉൾപ്പെട്ടത്. കാരണം അന്ന് റാങ്ക് ലിസ്റ്റൊക്കെ ചുരുക്കുകയൊക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞാൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് ഉൾപ്പെട്ടത്. അപ്പോഴൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായിരുന്നു ഇങ്ങനെയൊന്നും പോയാൽ ജോലി കിട്ടില്ല, നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ എന്നൊക്കെ അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. ആ സമയത്ത് ഞാൻ ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം മാത്രമേ കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റേറ്റ് വൈഡ് എക്സാം ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നമ്മുടെ ജില്ല വിട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറിയ മോനായിരുന്നു, അതാണ് മെയിൻ കാരണം. അപ്പോൾ ഞാൻ ഈ ഡിസ്ട്രിക്റ്റ് വൈസ് എക്സാം മാത്രം എഴുതിയിട്ടാണ് കുറച്ച് വർഷങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ കേട്ടോ തുടർന്ന് പോകുന്നുണ്ടായിരുന്നത്. ഈ അടുത്തൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റേറ്റ് വൈഡ് എക്സാമൊക്കെ എഴുതാൻ തുടങ്ങിയത്. അതിനിടയിൽ പഠനത്തിന് ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, രണ്ടാമത്തെ മോനുണ്ടായപ്പോൾ. പിന്നെ അതിനുശേഷം നടന്ന എക്സാമുകളിലൊക്കെ കട്ട് ഓഫിന് തൊട്ട് താഴെ വരെ മാർക്കുണ്ടാവും, പക്ഷേ കട്ട് ഓഫ് കിടക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പ്രിലിംസും മെയിൻസൊക്കെ വന്നപ്പോൾ പ്രിലിംസൊക്കെ നല്ല മാർക്ക് കിട്ടും, പക്ഷേ മെയിൻസിൽ അങ്ങോട്ട് കയറാൻ പറ്റുകയില്ലായിരുന്നു. 2019 കേട്ടോ ഞാൻ ആദ്യമായിട്ടൊരു റാങ്ക് ഫയലൊക്കെ മേടിച്ചത്. ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ മൂന്നാമത്തെ LGS എക്സാമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അതിൽ എനിക്ക് മെയിൻ ലിസ്റ്റിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 77 മാർക്കാണ് കേട്ടോ എനിക്കുള്ളത്. ഇനിയിപ്പോൾ ജൂലൈ 18 വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 18 റാങ്ക് ലിസ്റ്റ് വരും. അപ്പോഴാണ് എത്രയാണ് റാങ്ക് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ, ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് എൻ്റെ PSC ജേണിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ പഠന രീതികളും നിങ്ങൾക്കുള്ള സ്റ്റഡി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. താങ്ക് യു ഓൾ.